ജനറേറ്ററുകളുടെ പ്രവർത്തനത്തിനു വേണ്ട ഊർജം നൽകുന്ന സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകൾ 3 തരത്തിലുണ്ട്. തെർമൽ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. വളരെ ഉയരങ്ങളിൽ റിസർവോയറുകളിൽ സംഭരിച്ച വെള്ളം കുഴൽ വഴി താഴോട്ട് പതിപ്പിച്ച് ടർബൈനുകൾ കറക്കുന്നു. ജനറേറ്ററുകളുമായി ബന്ധിപ്പിക്കപ്പെട്ട ഈ ടർബൈനുകൾ വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ വൈദ്യുത പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത്തരം പവർ സ്റ്റേഷനുകളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. മൂലമറ്റം, പള്ളിവാസൽ, കുറ്റ്യാടി എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പവർ സ്റ്റേഷനുകൾ എല്ലാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. ചില വൈദ്യുത നിലയങ്ങളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി ഉപയോഗിച്ചാണ് ടർബൈൻ കറക്കുന്നത്. കൽക്കരി, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ എരിഞ്ഞുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് ജലം നീരാവിയാക്കുന്നു. ആവിശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുത പവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരം പവർ സ്റ്റേഷനുകളാണ് തെർമൽ പവർ സ്റ്റേഷൻ. കേരളത്തിലെ കായംകുളം, ആന്ധ്രാപ്രദേശിലെ രാമഗുണ്ടം, തമിഴ്നാട്ടിലെ നെയ്വേലി എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പവർ സ്റ്റേഷനുകൾ തെർമൽ പവർ സ്റ്റേഷനുകളാണ്. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂക്ലിയർ ഊർജം താപോർജത്തിന്റെ രൂപത്തിലാക്കി ഉന്നത മർദ്ദത്തിലുള്ള നീരാവി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഉന്നത മർദ്ദത്തിലുള്ള ഈ നീരാവി തെർമൽ പവർ സ്റ്റേഷനുകളിൽ ചെയ്യുന്നത് പോലെ ജനറേറ്ററുകളെ പ്രവർത്തിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. മഹാരാഷ്ട്രയിലെ താരാപൂർ, തമിഴ്നാട്ടിലെ കൽപ്പാക്കം, രാജസ്ഥാനിലെ കോട്ട എന്നീ സ്ഥലങ്ങളിലെ പവർ സ്റ്റേഷനുകൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ്.